അതായത് നേരത്തെയും ഇയാൾ ഇത്തരത്തിൽ MDMA വിൽക്കുകയോ അല്ലെങ്കിൽ ഇത് സൂക്ഷിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തതയുണ്ടോ? അത്തരം കേസുകൾ ഈ ഇദ്ദേഹത്തിന് മുൻപ് കേസുകൾ ഉണ്ടായിരുന്നോ? ഇല്ല, ഇയാൾക്ക് നേരെ കേസ് ഇല്ലെന്നാണ് പറഞ്ഞത്. കൂടുതൽ അന്വേഷണം നടത്തി കഴിഞ്ഞാൽ അറിയാൻ പറ്റുള്ളൂ. ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല, ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും മറുപടി പറയുന്നില്ല. അക്കാര്യം നമ്മൾ അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞത് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇതിനു മുൻപ് അത്തരം കേസുകൾ ഉള്ളതായി അറിവില്ല. എന്നാൽ ഇപ്പോഴാണ് ഇത്രയധികം വരുന്ന ക്വാണ്ടിറ്റിയോടുകൂടി ഇയാളെ പിടികൂടുന്നത്. പക്ഷേ ഇയാളെ പാർട്ണർമാർക്കെതിരെ മുൻപ് കേസുണ്ട്. കഴിഞ്ഞ ദിവസം ഷാജി എന്ന് പറയുന്ന ആളെ ആലുവയിൽ 48 ഗ്രാം രാസലഹരിയുമായി പിടികൂടിയിരുന്നു. അങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് വിവരം ലഭിക്കുന്നതെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. എന്തായാലും കൊച്ചി സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി വലിയ ഓപ്പറേഷൻസ്, അതായത് ഇത്തരത്തിൽ സ്പെഷ്യൽ ഡ്രൈവ്, കോമ്പിംഗ്, അങ്ങനെയൊക്കെ തന്നെ പ്രത്യേകിച്ചും വീക്കെൻഡുകളൊക്കെ കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊക്കെ തന്നെ ഒരുപാട് ലഹരി വേട്ട നടക്കുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും വലിയ പ്രധാനപ്പെട്ട ഒരു 500 ഗ്രാമിലധികം വരുന്ന MDMA ആണ് ഇപ്പോൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇതിൽ കൂടുതൽ പരിശോധന നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം ഇത് എവിടെ നിന്ന് കിട്ടി, ആർക്കൊക്കെ കൊടുക്കുകയായിരുന്നു, ഇയാളുടെ മറ്റ് മോഡസ് ഓഫ് ഓപ്പറാൻഡി എന്താണെന്നൊക്കെ ഉള്ള കാര്യം പരിശോധിക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ആളാണ്. ഇയാൾ കുറേ വർഷങ്ങളായി ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കുന്ന ആളാണെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ദൃശ്യങ്ങൾ എടുക്കുന്ന ഘട്ടത്തിലൊക്കെ തന്നെ ഇയാൾ റെസ്പോൺസും അതിനെ ഒക്കെ സൂചിപ്പിക്കുന്ന കാര്യങ്ങളായിരുന്നു. എന്തായാലും വിശദമായിട്ടുള്ള അന്വേഷണത്തിലാണ് പോലീസ് ഇപ്പോൾ തീർച്ചയായിട്ടും. അതേപോലെ നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സംസ്ഥാന വ്യാപകമായിട്ട് ഇത്തരത്തിൽ ധാരാളം പരിശോധനകളും ഒക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഇത്തരത്തിൽ ഈ പരിശോധനകൾ ഫലം കാണുന്നു, അല്ലെങ്കിൽ അത് സമയത്ത് കൃത്യമായ രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്നതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു പ്രതിയിലേക്ക് കൂടി അന്വേഷണ സംഘം എത്തിയത് എന്ന് നമുക്ക് പറയാൻ സാധിക്കും, അല്ലേ രാഗിൻ? ഉറപ്പായിട്ടും. കാരണം സൂചിപ്പിച്ചതുപോലെ വ്യാപകമായിട്ടുള്ള പരിശോധനകൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ വീക്കെൻഡ് കേന്ദ്രീകരിച്ചുകൊണ്ട് പോലീസിന്റെ സ്പെഷ്യൽ കോമ്പിംഗ്, അതോടൊപ്പം തന്നെ വ്യാപകമായിട്ടുള്ള പരിശോധന നഗരത്തിൽ നടക്കുന്നു. ലഹരി വേട്ടയ്ക്കെതിരെ അത്തരത്തിൽ തന്നെ ഒരു ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു. അത് പോലീസ് മാത്രമല്ല, ചില സാമൂഹിക സംഘടനകൾ ഉൾപ്പെടെ അത്തരത്തിലുള്ള ഒരു പ്രതിരോധ പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നു. ഈ ഘട്ടത്തിലാണ് ഇത്രയധികം വരുന്ന MDMA പിടികൂടുന്നത്. 500 ഗ്രാമിലധികം വരുന്ന MDMA എന്ന് പറയുമ്പോൾ അതിന്റെ മാനം വളരെ വലുതാണ് ആ കേസിന്റെ. അതുകൊണ്ട് തന്നെ ഇതിന്റെ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസ് സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഡാൻസാഫും അതോടൊപ്പം തന്നെ നർക്കോട്ടിക്സ് വിഭാഗവും പോലീസും ഒക്കെ ചേർന്നുകൊണ്ടാണ് ഇത്തരത്തിലൊരു ഓപ്പറേഷൻ നടത്തിയത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇത്രയധികം കാര്യങ്ങൾ കണ്ടെടുത്തിരിക്കുന്നത്. ഇയാൾ ലഹരി ഉപയോഗിക്കുന്ന ഒരു ആളാണ് എന്നതാണ് വ്യക്തമാകുന്നത്. കഴിഞ്ഞ കുറേ വർഷങ്ങളായി ഇയാൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്. അങ്ങനെ ലഹരിക്കെതിരെയുള്ള പോരാട്ടങ്ങൾ അത്തരത്തിൽ ആ സെൻസിൽ ആ ഒരു രീതിയിൽ എടുത്തുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ പോലീസിനാണെങ്കിലും മറ്റ് വിഭാഗങ്ങൾക്കൊക്കെ ആണെങ്കിലും അതിലൊക്കെ നേട്ടമുണ്ടാകുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. എന്തായാലും ശക്തമായിട്ടുള്ള ഒരു നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങളും ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കുമെന്നാണ് ഇപ്പോൾ അസിസ്റ്റന്റ് കമ്മീഷണർ ഉൾപ്പെടെ നർക്കോട്ടിക് കേസ് ഉൾപ്പെടെ വ്യക്തമാക്കുന്നത്. ഇതിൽ ഇത്രയധികം ക്വാണ്ടിറ്റി എന്ന് പറയുന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇത് ഇത്രയധികം പണവും ആവശ്യമാണ്. ഇത് കൈവശമാക്കാനായിട്ട് പണവും ആവശ്യമാണ്. അതുകൊണ്ട് സാമ്പത്തിക ഇടപാടുകൾ ഉൾപ്പെടെ പരിശോധിക്കും. കാരണം ഇതിൻ്റെ പണം എവിടെ നിന്ന് സ്വരൂപിച്ചു, ഇത് ആർക്കൊക്കെ വിതരണം ചെയ്യുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കുമെന്നാണ് പോലീസ് സംഘം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. രാഗിൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇയാൾ കുടുംബസമേതമാണ് ആ വീട്ടിൽ താമസിക്കുന്നുള്ളത്. കുടുംബത്തിലുള്ള കുട്ടികളടക്കമുള്ളവരുണ്ട് എന്ന് പറയുന്നു. അവരെ മാറ്റിയിട്ടുണ്ടോ? അതിൽ ഇയാൾ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ ക്ഷുഭിതനായിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹത്തെ എപ്പോഴാണ് കസ്റ്റഡിയിലെടുക്കുക, മാറ്റുക, അത്തരം കാര്യങ്ങളിലേക്ക് എപ്പോഴാണ് കടക്കുക? ഇപ്പോഴും അവിടെ ചോദ്യം ചെയ്യൽ തുടരുകയാണോ? തീർച്ചയായും. അതായത് ഇയാളുടെ വീട്ടിൽ ലഹരി സൂക്ഷിച്ചിരുന്ന സ്ഥലത്ത് എത്തിയാണ് പോലീസ് ഇക്കാര്യങ്ങൾ കണ്ടെടുത്തത്. അതിന്റെ മഹസർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. അതിനുശേഷമായിരിക്കും പ്രതിയെ ഇവിടെ നിന്ന് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവുക. അതിന്റെ ഭാഗമായിട്ടുള്ള പരിശോധനകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ, തെളിവുകൾ എന്ന നിലയ്ക്ക് കണ്ടെടുക്കാനുണ്ട്. അതിന്റെ ഒരു പരിശോധനകളാണ് ഇപ്പോൾ പ്രധാനമായും നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഈ കാര്യങ്ങൾ കണ്ടെടുത്ത ശേഷം തുടർന്നുള്ള മറ്റ് നടപടിക്രമങ്ങളിലേക്ക് പോകും. എന്തായാലും പുലർച്ചെയാണ് ഇത്തരത്തിലുള്ള ഇൻഫോർമേഷൻ കിട്ടി പോലീസ് ഇയാളുടെ വീട് റെയ്ഡ് ചെയ്ത് ഇത്രയധികം വരുന്ന രാസലഹരി കണ്ടെടുക്കുന്നത്. അതിൻ്റെ കൂടുതൽ കാര്യങ്ങൾ അല്ലെങ്കിൽ മറ്റ് വിശദാംശങ്ങൾ ഉൾപ്പെടെ ശേഖരിക്കാനുണ്ട്. എന്തായാലും ഈ സൂചിപ്പിച്ചതുപോലെ വലിയ ഒരു ലഹരി വേട്ടയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കൊച്ചി സിറ്റിയിൽ. അതിൻ്റെ ഭാഗമായിട്ടാണ് പോലീസ് സംഘം ഇവിടെ എത്തി മറ്റ് കാര്യങ്ങൾ ഒക്കെ ശേഖരിക്കുന്നത്. എന്തായാലും വ്യാപകമായിട്ടുള്ള പരിശോധന ഇതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ രാത്രിയൊക്കെ തന്നെ പോലീസ് നടത്തിയിരുന്നു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇയാളുടെ സുഹൃത്തായിട്ടുള്ള ഷാജി എന്നയാൾ ആലുവയിൽ പിടിയിലായി 48 ഗ്രാമായി. അതിൻ്റെ തുടർച്ച എന്ന നിലയിലാണ് പോലീസ്
കൊച്ചി സിറ്റിയിൽ ഇയാളെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തുന്നത്. അപ്പോൾ അങ്ങനെയാണ് ഇത്രയധികം വരുന്ന രാസലഹരി ഇവിടെ ഡംപ് ചെയ്തിട്ടുണ്ട്, ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാകുന്നത്. ആ രാസലഹരിയും കണ്ടെടുത്തിട്ടുണ്ട്. അതിൻ്റെ കെമിക്കൽ എക്സാമിനേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തും. ഇയാളെ വിശദമായി തന്നെ ചോദ്യം ചെയ്യും, അറസ്റ്റ് രേഖപ്പെടുത്തും, അതിനുശേഷം ഇവിടുന്ന് കൊണ്ടുപോകും. എന്തായാലും ഇയാൾ കുടുംബസമേതമാണ് ഇവിടെ താമസിച്ചിരുന്നത്. പൊന്നാനി സ്വദേശിയാണ്. മുഹമ്മദ് റാഷിദ് എന്നാണ് ഇയാളുടെ പേര്. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കും എന്നതാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. ശരി രാഗിൻ, അതേപോലെ ഇയാൾ ഷാജി എന്നൊരാളിൽ നിന്നാണ് ഈ ഒരു ലീഡ് ഇയാളിലേക്ക് കിട്ടുന്നത് എന്നുള്ളതാണ്. ഇവർ തമ്മിലുള്ള കൂട്ടുകച്ചവടമാണോ, അല്ലെങ്കിൽ ഇവർ സ്കൂളുകൾ കേന്ദ്രീകരിച്ചാണോ, കോളേജുകൾ കേന്ദ്രീകരിച്ചാണോ, യുവാക്കൾക്കിടയിലേക്കാണോ ഇവർ നേരിട്ട് എത്തിക്കുകയാണോ? ഇത്തരം കാര്യങ്ങളൊക്കെയും ഇനിയും അന്വേഷണത്തോട് ഇയാൾ സഹകരിക്കുന്നതനുസരിച്ചായിരിക്കും ആ ഉത്തരങ്ങളൊക്കെ പുറത്തു വരിക. തീർച്ചയായും, കാരണം അത്തരം കാര്യങ്ങൾ കൂടി വ്യക്തമാകുമ്പോഴേ ഇതിൻ്റെ ഒരു പൂർണ്ണ ചിത്രം അറിയാൻ കഴിയുകയുള്ളൂ. എന്തായാലും ഇയാളുടെ ബിസിനസ് പാർട്ട്നേഴ്സ് ഉൾപ്പെടെയുള്ളവർ നേരത്തെ NDPS കേസുകളിൽ പ്രതിയായിരുന്നു. മാത്രമല്ല ഈ ഷാജി എന്ന് പറയുന്നയാൾ ഇയാളുടെ കൂട്ടാളിയായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ ബിസിനസ് പങ്കാളിയായിരുന്നു. അയാളെ പിടികൂടിയതിനു ശേഷമാണ് അയാളുടെ മൊഴി കൂടിയായിരിക്കാം ഒരുപക്ഷെ ഇത്തരം കാര്യങ്ങളിലേക്ക് നയിച്ചത്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ NDPS കേസുകളിൽ പൊസഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അതായത് രാസലഹരി കൈവശത്തോടു കൂടി പിടിക്കുക എന്നതാണ് ഈ കേസിന്റെ ഏറ്റവും മർമ്മപ്രധാനമായിട്ട് കേസ് മുന്നോട്ട് പോകുന്നതിനും കേസ് തെളിയിക്കുന്നതിനും കേസിൽ വിധി അനുകൂലമായി പ്രോസിക്യൂഷൻ അനുകൂലമായി വരുന്നതിനും ഒക്കെ പ്രധാനപ്പെട്ട ഘടകം. അത് ഇവിടെ സംഭവിച്ചിരിക്കുന്നു. ഇയാളുടെ വീട്ടിൽ പരിശോധന നടത്തി 500 ഗ്രാമിലധികം വരുന്ന MDMA ഇയാളിൽ നിന്ന് കണ്ടെടുത്തിരിക്കുന്നു. അല്ലെങ്കിൽ രണ്ടാമത്തെ ഘട്ടമെന്ന് പറയുന്നത് ലഹരി പിടിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയുടെ സാന്നിധ്യം അവിടെ ഉണ്ടാകണം. അത് രണ്ടാമത്തെ കേസാണ്. എന്തായാലും ഇപ്പോൾ ആദ്യ ഇതിൽ തന്നെ ഇക്കാര്യങ്ങൾ പോലീസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായൊരു ക്യാച്ചിലേക്ക് പോകാൻ കഴിഞ്ഞിരിക്കുകയാണ്. നാർക്കോട്ടിക് കേസി, അതോടൊപ്പം തന്നെ ഡാൻസ് ഓഫ് പോലീസ് ടീം ഉൾപ്പെടെയുള്ളവർ ചേർന്നുകൊണ്ടാണ് ഇത്രയധികം വരുന്ന ഒരു MDMA വേട്ട നടത്തിയിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കാനുണ്ട്. സുപ്രധാനമായ ഒരു കേസായി ഇത് മാറുമെന്ന് തീർച്ചയാണ്. രാഗിൻ, ഞാൻ രാഗിനിലേക്ക് തിരികെ എത്താം. അതിനു മുമ്പ് ഈ പ്രതി നിഷാദ് സംസാരിക്കുന്ന ദൃശ്യങ്ങൾ നമുക്ക് കാണാം. അദ്ദേഹം ക്ഷുഭിതനായിട്ടാണ് ഉള്ളത്. ആ ദൃശ്യങ്ങൾ നമുക്ക് കണ്ടുവരാം. ഏതൊരു തന്തല്ലപ്പം ചെയ്തിട്ട് പരിപാടിക്ക് എന്നെ ഇന്നിങ്ങനെ അവസ്ഥ ഇതിൽ എൻ്റെ ആയിരിക്കും. എൻ്റെ ഉമ്മയാണ് സത്യം. എൻ്റെ ഉമ്മ ഇപ്പം മക്കൾക്ക് പോയിരിക്കുന്ന അമ്പലത്തിൽ കറണ്ട് ഓഫ് ചെയ്ത് എന്നെ പുറത്തേക്ക് പറഞ്ഞയച്ചിട്ട് ഇവിടുന്ന് ആരും കയറി എന്തൊക്കെ ഡ്രാമ അറിയാൻ പാടില്ല. അതിൻ്റെ മുമ്പിൽ വന്ന് ഇപ്പോൾ ആരെങ്കിലുമാണോ എനിക്കൊരു ഐഡിയ ഇല്ല. ഭയങ്കര ഡ്രാമ കഴിയും. ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കേരള പോലീസിടെ വരുന്നത്. കേൾക്കാൻ ആരുമില്ല, പറയാനും ആരുമില്ല. എല്ലാവരും ഞാൻ ആ രീതിയിൽ എന്നെ എടുത്തു കളഞ്ഞു. പക്ഷെ ഇതുകൊണ്ടൊന്നും എൻ്റെ ജീവിതം നശിക്കുന്നൊന്നുമില്ല കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തുടങ്ങുന്ന അതിനോ ഒരു വരും 38 വയസ്സൊരു പെറ്റി കേസുകളില്ലാതെ ഞാൻ വളർത്തിയ എൻ്റെ ലൈഫാണ്. ഒരു സെക്കൻഡിൽ എന്നെ നശിപ്പിച്ചാൽ ഒരൊറ്റ രാത്രി എന്നെ നശിപ്പിച്ചാൽ 3 മക്കളുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അയാളുടെ ജീവിതം നശിപ്പിച്ചു. ആരോ ചെയ്ത ശ്രമത്തിന്റെ ഫലമാണിത്, ഞാൻ അല്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നിഷാദിൽ നിന്നും ഇപ്പോൾ പുറത്തു വരുന്നത്. എന്തായാലും അന്വേഷണത്തോട് ഒരു തരത്തിലും സഹകരിക്കുന്നില്ല എന്നുള്ളത് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. ഇയാളുടെ വീട്ടിൽ നിന്നും 1/2 കിലോ MDMA ആണ് പിടികൂടിയത്. ഇയാൾ കുടുംബസമേതമാണ് ആ വീട്ടിൽ താമസിക്കുന്നത്. ഷാജി എന്ന ആളിൽ നിന്നാണ് ഇയാളിലേക്ക് ഒരു ലിങ്ക് കിട്ടുന്നത്. അങ്ങനെയാണ് അന്വേഷണ സംഘം ഇയാളുടെ വീട്ടിലെത്തുന്നത്. എന്തായാലും ഇപ്പോൾ ആ ദൃശ്യങ്ങളിലൊക്കെ നമുക്ക് കാണാം, ഇയാൾ അന്വേഷണത്തോട് യാതൊരു തരത്തിലും സഹകരിക്കുന്നില്ല, ഇയാളെ കുടുക്കിയതാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എന്തായാലും അന്വേഷണ സംഘം ഇനി ഇയാളെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുക്കേണ്ടതുണ്ട്. അതിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. എവിടെ നിന്നാണ്, ഇതിന്റെ സോഴ്സ് എങ്ങനെയാണ്, ആരിലേക്കൊക്കെയാണ് എത്തിച്ചത്, ഇത്തരത്തിൽ ധാരാളം ചോദ്യങ്ങൾക്ക് പ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടേണ്ടതുണ്ട്.